ശ്രീകൃഷ്ണ ജ്യോതിഷാലയ്ക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ഫെബ്രുവരി മാസത്തെ ഫലങ്ങളാണ് പറയുന്നത്. ഫെബ്രുവരി മാസഫലം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്ന മേടക്കൂറുകാർക്കുള്ള ഫെബ്രുവരി മാസഫലമാണ് പറയുന്നത്. ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ ഈ മാസത്തിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുണഫലം തന്നെയാണ് വരാൻ ഉള്ളത്. ഈ ഫെബ്രുവരി മാസത്തിൽ ഇവർക്ക് ഗുണഫലം തന്നെയാണ് വരുന്നത്. ചാരവശാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മേട ലഗ്നത്തിന്റെ അല്ലെങ്കിൽ മേടക്കൂറിന്റെ രാശിയിൽ നിന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ 8-ൽ ശുക്രനും അതുപോലെ തന്നെ 8-ൽ വ്യാഴവും 9-ൽ സൂര്യനും 9-ൽ ശനിയും 10-ൽ സൂര്യനും 10-ൽ ബുധനുമാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഉള്ളത്. അതിപ്പോ ഏകദേശം ഫെബ്രുവരി 1-ാം തീയതിയോടുകൂടി ശുക്രൻ 9-ാം ഭാവത്തിലേക്ക് വരുന്നതും ഗുണകരം തന്നെയാണ്. അപ്പോൾ പൊതുവെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കടന്നു പോയ 2 മാസങ്ങളുടെ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മാറി തടസ്സങ്ങൾ, പൊതുവെ പറയുകയാണെങ്കിൽ തടസ്സങ്ങൾ നീങ്ങി ഒരു പുതിയ വഴി തുറക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഉദ്ദിഷ്ടകാര്യ ഫലങ്ങൾ, കുറെ കാലമായി ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാതെ വരുന്നത് പക്ഷം അതെല്ലാം നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളും അതുപോലെ തന്നെ പേപ്പർ വഴികളും അതുപോലെ പേപ്പർ സംബന്ധമായ വിഷയങ്ങളെല്ലാം ഗവൺമെന്റ് തലത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ട് അത് ഇവർക്ക് അനുകൂലപരമായിട്ട് വരുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇവർക്ക് നിശ്ചയം അതായത് വിവാഹ നിശ്ചയം വരുന്ന ഒരു സമയവും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പുരുഷന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട യുവതിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരവും ഈ ഘട്ടത്തിൽ ഇവർക്ക് പൊതുവെ കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള പൊതുവെ കുടുംബത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ കുടുംബാന്തരീക്ഷം പൊതുവെ അനുകൂലപരമായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണർവുണ്ടാവുന്നതാണ്. ഇതുവരെയുള്ള തടസ്സങ്ങളെല്ലാം മാറി ഉണർവുണ്ടായി വരുന്നതാണ്. കേസ് വഴക്കുകൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ മാസത്തിൽ കുറഞ്ഞു വരുവാനും അതിൽ നിന്നും ആശങ്ക അകന്നു നിൽക്കുവാനും ടെൻഷൻ ഒഴിവാക്കുവാനുമുള്ള ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി മാസത്തിൽ മേടക്കൂറുകാർക്ക് പറയാനുള്ളത്. വിദേശ ജോലിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വിദേശ ജോലിയിൽ സംബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുവാനായി ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം വളരെ തടസ്സങ്ങൾ നിന്ന ഒരു മാസമാണ് കടന്നുപോയിട്ടുള്ള ജനുവരി മാസമായാലും ഡിസംബർ മാസമായാലും. അതെല്ലാം മറികടന്ന് ഇപ്പോൾ ഇവർക്ക് സൂര്യൻ ചാരവശാൽ 10-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമായിട്ട് അത് കാണുന്നുണ്ട്. കൂടെ ബുധനും നിൽക്കുന്നുണ്ട്. കൂടെ ബുധൻ ഏകദേശം ഒരു 15-ാം തീയതിയോടുകൂടി ഫെബ്രുവരി മാസം 15-ാം തീയതിയോടുകൂടി തന്നെ 10-ൽ നിന്നും 11-ലേക്ക് വരുന്നതും വളരെ ഗുണകരമായി വരുന്നുണ്ട്. 12-ൽ ചൊവ്വയാണ് ഇവർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ കാലതാമസം എടുത്ത് ചെയ്താൽ മതി എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാഴ്ചിലവുകളെല്ലാം വരുന്നത് മൂലം കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഒരു ആധികാരപരമായിട്ടുള്ളൊരു ആശ്വാസം വരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ നിന്നും കുറച്ചൊരു മാറ്റം വന്ന് ആരോഗ്യപരമായിട്ടുള്ളൊരു ഗുണം വരുവാനുള്ള സാധ്യതയും ഈ മാസത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറഞ്ഞു പോയിരിക്കുന്ന ഭാഗ്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നത് മൂലം ഇവർക്ക് മനസ്സന്തോഷവും ഗൃഹാന്തരീക്ഷവും ഉണ്ടാവുന്നതാണ്. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ ഫെബ്രുവരി മാസം വളരെ അനുകൂലപ്രദമായിട്ട് കാണുന്നുണ്ട്. ഈ വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഗുണപ്രാപ്തിയോടുകൂടി വരുവാനുള്ള സാധ്യതയും കൂടുതൽ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽപ്പെട്ടവർക്കും പൊതുവെ ഒരു പുതിയ ഉണർവ് കിട്ടി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ ഈ സമയം അനുകൂലപരമായിട്ട് വരുന്നുണ്ട് ഇവർക്കും. അതുപോലെ ബിസിനസ്സിൽ
തൊഴിൽ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം കുറച്ചുകൂടെ ബിസിനസ്സിൽ ഇറങ്ങി ദ്രുതഗതിയോടുകൂടി ഒരു ഉത്സാഹത്തോടുകൂടി ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഈ മാസത്തിൽ അവർക്ക് കിട്ടുന്നതാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം പഠനത്തിൽ വളരെ ശ്രദ്ധാപൂർവം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളിൽ പരീക്ഷകളിൽ വിജയം കൈവരിക്കുന്നത് മൂലം അവർക്ക് ഉത്സാഹം കൂടുതലും വിദ്യാഭ്യാസത്തിനുള്ള കൂടുതലായിട്ടുള്ള ആകാംക്ഷകളും ഇവർക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലവിധ ലോണുകളെല്ലാം മുടങ്ങിക്കിടക്കുകയും അതിന്മേൽ പ്രഷർ കൂടി ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള അവിടെ നിന്ന് ഭീഷണി വന്നിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ അത് മാറി കടന്നുപോയി ഈ മാസത്തോടുകൂടി അതൊരു അയവ് വരുവാനും തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് പൊതുവെ മന്ദഗതിയാണ് കാണുന്നതെങ്കിലും വസ്ത്രമേഖലയിൽ പൊതുവെ അതിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഗുണാധിക്യമാണ് കാണുന്നത്. നഷ്ടവും ലാഭവും ചേർന്ന ഒരു മാസമായിട്ടാണ് ഫെബ്രുവരി മാസം ഇപ്പോൾ വരുന്നത്. ആരോഗ്യം പൊതുവെ ഇവർക്ക് അനുകൂലപരമായിരിക്കും. അതുപോലെ ഭാഗ്യാനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബാന്തരീക്ഷം പൊതുവെ അനുകൂലപരമായിരിക്കും. ഇവർക്ക് പൊതുവെ മേടരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം ചിന്തിക്കുകയാണെങ്കിൽ പൊതുവെ അനുകൂല ഫലം തന്നെയാണ്. ഇതാണ് ഇവർക്ക് ചെയ്യുവാനുള്ളത്. പരിഹാരമായി ഇവർക്ക് ചെയ്യേണ്ടത് വ്യാഴ ഭഗവാന് വ്യാഴഗ്രഹ പൂജ നടത്തി വരികയും അതുപോലെ തന്നെ തുളസിമാല മഹാവിഷ്ണുവിനെ ചാർത്തുകയും തൃപ്രയാറപ്പന് ഭാഗ്യസൂക്തം അവിൽ നിവേദ്യം വെടിവഴിപാട് എന്നിവ നടത്തുന്നത് കൊണ്ടും വളരെ ഗുണഫലപരമായിട്ട് കാണുന്നുണ്ട്. ശാസ്താവിന് എള്ളുതിരിയും അതുപോലെ തന്നെ നീരാഞ്ജനവും നടത്തുന്നതും ഉചിതമാണ്. 12-ൽ ചൊവ്വ നിൽക്കുന്നത് മൂലം ഭഗവതി ക്ഷേത്രത്തിൽ ഇവർക്ക് പൊതുവെ ഭഗവത് സേവ നടത്തി വരുന്നതും ഗുണപരമായിട്ട് കാണുന്നുണ്ട്. ഈ മാസത്തിൽ ഇവയെല്ലാം ചെയ്യുന്നത് മൂലം കുറച്ചുകൂടെ അനുകൂല ഫലങ്ങൾ വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമസ്കാരം.